കഴിഞ്ഞ ദിവസം PV അൻവർ MLA പൂട്ടാൻ ശ്രമിച്ചവർക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിയത്. ജയിലിലേക്ക് പോയ MLA കൂടുതൽ കരുത്തനായാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ അൻവർ. നിലമ്പൂർ DFO ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ MLA ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാത്രി 8:25 പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പാർട്ടി പ്രവർത്തകരുടെ സ്വീകരണമായിരുന്നു. പൂമാലയും പൊന്നാടിയും അണിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത്. പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടിയിൽ വെച്ചായിരുന്നു ആദ്യ സ്വീകരണം. പിന്നീട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ DMK പ്രവർത്തകർ സ്വീകരണമൊരുക്കി. ഇനി ഒറ്റയ്ക്കല്ലെന്നും ഒരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു. UDF നേതാക്കളുടെ അനുകൂല പ്രതികരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വനഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും MLA വ്യക്തമാക്കി. പിണറായി സർക്കാരിനെ താഴെയിറക്കുകയാണ് തന്റെ ലക്ഷ്യം. യോജിച്ച പോരാട്ടത്തിൽ ആരുമായും താൻ സഹകരിക്കും. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പിന്തുണ തേടുമെന്നും അൻവർ വ്യക്തമാക്കി. വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിലെത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് ജയിൽ മോചനം വൈകിയത്. രാത്രി 7:45 അൻവറിന്റെ മോചനത്തിലുള്ള ബോണ്ടുമായി DMK സംസ്ഥാന കോർഡിനേറ്റർ VS മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത്. തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു. ജയിലിൽ നിന്ന് തനിക്ക് അനുഭവപ്പെട്ടത് മോശം അനുഭവമായിരുന്നു. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരു കട്ടിൽ മാത്രമാണ് തനിക്ക് ലഭിച്ചത്. വ്യക്തിപരമായി സംശയം തോന്നിയതിനാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോലും പേടിയായിരുന്നു. ജയിലിൽ എല്ലാം മോശമാണെന്ന അഭിപ്രായം തനിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷേ MLA എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല. രാവിലെ ഒരു ചായയും ഒരു കഷ്ണം ചപ്പാത്തിയുമാണ് കഴിച്ചത്. തടവുകാരുമായി സംസാരിച്ചിരുന്നു. മോശമല്ലാത്ത രീതിയിൽ ജയിൽ അധികാരികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും MLA വ്യക്തമാക്കിയിരുന്നു. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഒരു കട്ടിൽ മാത്രമാണ് അധികമായി അനുവദിച്ചത്. ഒരു തലയണ ചോദിച്ചിട്ട് പോലും തന്നില്ല. വ്യക്തിപരമായി സംശയം തോന്നിയത് കൊണ്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാഞ്ഞത്. പലർക്കും വിഷം കൊടുത്തും കത്തിയെടുത്ത് കുത്തിയുമൊക്കെ കൊന്ന് പരിചയമുള്ളവരാണല്ലോ. ചിലപ്പോൾ എന്റെ തോന്നലാവാം, എന്നാൽ സ്വാഭാവികമായി എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്നായിരുന്നു അൻവറിന്റെ മറുപടി. തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിനു പിന്നിൽ സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്നാണ് അൻവറിന്റെ സംശയം. എന്നാൽ കോടതി ഇടപെടൽ കാരണം സർക്കാരിന്റെ ലക്ഷ്യം നടന്നില്ല. പിണറായി കാലത്തെ ജയിലനുഭവം അത്ര നല്ലതായിരുന്നില്ല. ഒരു ദിവസത്തിനുള്ളിൽ ജീവനോടെ പുറത്തിറങ്ങാനായത് ഭാഗ്യമായാണ് MLA കാണുന്നത്. അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ UDF നേതാക്കൾ നൽകിയ പിന്തുണ പിണറായി വിജയനെ പുറത്താക്കുന്നതിനായുള്ള അടുത്ത മുന്നേറ്റങ്ങളിലും വേണമെന്നും അൻവർ പറഞ്ഞു. അതേസമയം ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയ PV അൻവർ MLA ഇന്ന് പുതിയ സമരപരിപാടികൾ പ്രഖ്യാപിക്കും. ഒതായിയിലെ വീട്ടിലെത്തിയ അൻവറിനെ UDF-ലെ അടക്കം ചില നേതാക്കൾ നേരിട്ട് കാണാനും ഇടയുണ്ട്. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അൻവറിന്റെ ഉറ്റ അനുയായി EK സുഗുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അൻവറിനെതിരെ ചുമത്തിയ അതേ വകുപ്പാണ് സുഗുവിനെതിരെയും എടുത്തിട്ടുള്ളത്. കേസിലെ 6ാം പ്രതിയാണ് സുഗു. സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രതികളെയും ഉടൻ പിടികൂടാൻ നിലമ്പൂർ പോലീസ് ശ്രമിക്കുന്നുണ്ട്.